നമ്മൾ ആദ്യത്തെ ലോഡ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. കോയമ്പത്തൂരിനടുത്താണ്. കോയമ്പത്തൂരിൽ നിന്ന് കുറച്ച് ദൂരമാണ്, ഒരു 10-30 കിലോമീറ്റർ മാറി മേട്ടുപ്പാളയം റൂട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മളിന്ന് ബോഷിൻ്റെ കമ്പനിയിൽ വന്നിട്ട് നമ്മൾ ലോഡ് കയറ്റാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവിടെ വണ്ടി ഞങ്ങൾ വന്നിട്ട് ഇവിടെ ഉണ്ട് യാർഡിൽ കൊണ്ടിട്ടു. നമ്മൾ കയറ്റാൻ പോവാണ് ലോഡ് കയറ്റിയിട്ട് നമ്മൾ ചെന്നൈക്കാണ് കേട്ടോ പോകുന്നത്. എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലോറിയൊക്കെ നിർത്തി വീട്ടിൽ പോകുന്നതായിരുന്നു കാണിച്ചത്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ നല്ലൊരു യാത്രയായിരുന്നു അല്ലേ, വല്ലാത്തൊരു റിഫ്രഷ് ആയിട്ടുള്ളൊരു യാത്രയായിരുന്നു ഇന്ന് രാവിലെ എന്ന് പറഞ്ഞത്. ഞങ്ങൾ രാവിലെ കൊല്ലങ്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അതായത് പാലക്കാട് തിരുച്ചെന്തൂർ ട്രെയിനിൽ കയറി 6:30 കൊല്ലങ്കോട് നിന്ന് കയറിയിട്ട് നേരെ ഞങ്ങൾ പൊള്ളാച്ചിയിൽ വന്നിറങ്ങി കേട്ടോ. വരുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ നല്ല രസമാണ്, പ്രത്യേകിച്ച് ഇപ്പോൾ നല്ല തണുപ്പുള്ളതുകൊണ്ട് ആ റൂട്ടിൽ നമ്മളെ 20 ഡിഗ്രി ഒക്കെ തണുപ്പൊക്കെ വന്നായിരുന്നു കേട്ടോ. അതായത് മുതലമട റെയിൽവേ സ്റ്റേഷനൊക്കെ ക്രോസ് ചെയ്ത് നല്ല രസമായിരുന്നു രാവിലെ മുതലമടയൊക്കെ കാണാൻ. അതെ, സൂര്യനും പിന്നെ എന്താ ആ പനകളും ഒക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. പിന്നെ ആ കൊല്ലങ്കോട് മലനിരകളൊക്കെ അതെല്ലാം കണ്ട് ഞങ്ങൾ രാവിലെ നേരെ പൊള്ളാച്ചി വന്ന് പൊള്ളാച്ചിയിൽ നിന്ന് കോയമ്പത്തൂർ വന്നിട്ട് നമ്മൾ വണ്ടിയിൽ വീണ്ടും കയറി കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് നമുക്ക് ലോഡായത്. നമ്മൾ ലോഡ് എന്ന് പറയുന്നത് തുടിയലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും ചെന്നൈയിലോട്ടാണ് കേട്ടോ ലോഡ്. നാളെ നമ്മൾ എത്തും. നമ്മളിന്ന് മിക്കവാറും രാത്രി ആയിരിക്കും ഫുൾ ഓടുന്നത്. ഇതിന് ലോഡൊക്കെ കയറ്റി കഴിയുമ്പോഴത്തെ രാത്രിയാവും. നമ്മളെന്തായാലും അവർ പറഞ്ഞ സമയത്ത് നമ്മളിവിടെ കൊണ്ടുവന്ന് ഇട്ടു. ഇനി ലോഡ് കയറ്റിയിട്ട് നമുക്ക് ചെന്നൈയിലോട്ട് പോകുന്നത്. രാത്രിത്തെ ഡ്രൈവ് ആയിരിക്കും. ഫസ്റ്റ് ഡേ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ മാപ്പ് നോക്കിയാണ് നമ്മൾ വരുന്നത്. അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കാരണം അല്ലേ വലിയ വണ്ടിയാണ്. പിന്നെ ലൈൻ കമ്പി എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിപ്പോയാൽ തിരിച്ചുകൊണ്ട് വരാനൊക്കെ ഭയങ്കര പാടായിരിക്കും. അതേ ഉള്ളൊരു പ്രശ്നം, മാപ്പ് നോക്കി വരുന്നുണ്ട് നമുക്ക്. ഈ വണ്ടി ഓടുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ഒരേ റൂട്ട് ആയിരിക്കത്തില്ല, ഒരേ കമ്പനി ആയിരിക്കില്ല, പല കമ്പനിയൊക്കെ ആയിരിക്കും. അപ്പം പല സ്ഥലത്ത് പോകേണ്ടി വരും. അപ്പം മാപ്പ് മാത്രമേ അവർ അയച്ചു തരത്തുള്ളൂ. FR8 എന്ന് പറഞ്ഞ ഒരു ആപ്പ് വഴിയുള്ള ലോഡാണ് ഇത് പിടിക്കുന്നത് കേട്ടോ. ആപ്പ് ഇപ്പോൾ ഈ പറഞ്ഞൊരു ആപ്പ് എന്ന് പറഞ്ഞാൽ ഏത് വണ്ടിക്കാർക്കും രജിസ്റ്റർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ പേര് FR8, എഫ് പിന്നെ ഒരു 6, അതായത് ഇംഗ്ലീഷ് 6 പിന്നെ ഒരു 8 നമ്പർ. പക്ഷേ ഇത് കൂടുതലും ഇതുപോലത്തെ കമ്പനികളുടെ ഓട്ടോ ആയിരിക്കും. ഇലക്ട്രോണിക്സ് അതെ കണ്ടെയ്നർ വണ്ടിയല്ല കൂടുതൽ അതെ. അപ്പോൾ ഇത് FR8 ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഞാൻ FR8 പ്രൊമോഷൻ ഒന്നും അല്ല, എന്നാലും പറയാം. ഇതൊരു ആപ്പാണ്. ഇപ്പം നിങ്ങൾക്കൊരു വണ്ടി ഉണ്ടെങ്കിൽ, ഇതുപോലത്തെ കണ്ടെയ്നറോ ഒക്കെ വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ രജിസ്റ്റേർഡ് ഓണർ ആയിരിക്കണം. രജിസ്റ്റേർഡ് ഓണറിൻ്റെ പാൻ കാർഡ്, ആധാർ കാർഡും വണ്ടിയുടെ RC ബുക്കൊക്കെ വെച്ചിട്ട് ഈ ആപ്പിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് പ്ലേ സ്റ്റോറിലില്ല, ആപ്പ് സ്റ്റോറിലില്ല, പ്ലേ സ്റ്റോറിൽ മാത്രമേ ഉള്ളൂ. ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ RCയും നമ്മളെ പാൻ കാർഡും ആധാറൊക്കെ കൊടുത്ത് എല്ലാം രജിസ്റ്ററൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ലോഡ് പിടിക്കാൻ പറ്റും. നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നത് അതിനടുത്തുള്ള ലോഡ് ഏതാണെന്ന് അതിനകത്ത് നോക്കിയിട്ട് അതിനകത്ത് എമൗണ്ട് കാണിക്കും. നമ്മൾ ഓക്കെ ആണെങ്കിൽ അവരായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് എഗ്രി ചെയ്തിട്ട് അക്സെപ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ എന്താ പറയുക, റേറ്റ് ചില ലോഡുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എമൗണ്ട് കൊടുക്കത്തില്ല, എത്ര റേറ്റൊന്നും കൊടുക്കത്തില്ല. അപ്പോൾ നമ്മൾ അവരെ വിളിച്ചിട്ട് നമുക്ക് ഇത്ര പൈസക്ക് ഓടാമെന്ന് പറഞ്ഞാൽ അവർ ഓക്കെ ആണെങ്കിൽ ഓടാം. ചിലത് അതിനകത്ത് തന്നെ എമൗണ്ട് കൊടുത്തിട്ടുണ്ടാവും. ഇത്ര രൂപയ്ക്ക് ഇപ്പോൾ ഇവിടുന്ന് ചെന്നൈ ടു ബാംഗ്ലൂർ ഒരു 15,000 രൂപ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു 20,000 രൂപ വാടക അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. ചിലതിൽ വാടക കൊടുക്കത്തില്ല, ഓട്ടം ഉണ്ടെന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഏത് ലൊക്കേഷനിൽ പോയാലും ആ നിയർ ബൈ ഉള്ള ഓട്ടം നമുക്ക് കിട്ടും. ചിലപ്പോൾ നിയർ ബൈ എന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 10-20 കിലോമീറ്റർ അല്ലെങ്കിൽ 50 കിലോമീറ്റർ അപ്പുറത്തുള്ള ലൊക്കേഷനിൽ നിന്ന് ലോഡ് കിട്ടും. അപ്പോൾ അതൊക്കെ ഈ ആപ്പിലുണ്ട്. ഇതെല്ലാം വഴിയൊക്കെ കണ്ടുപിടിച്ച് അവർ മാപ്പ് മാത്രമേ അയച്ചിട്ടുള്ളൂ. നമ്മൾ വലിയ വണ്ടിയാകുമ്പോൾ മാപ്പും വഴിയൊക്കെ, ഞങ്ങളിപ്പോൾ വഴിയൊക്കെ പണ്ട് ഞങ്ങൾക്ക് പണി കിട്ടിയോണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം വഴിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ആൾക്കാർ ഡ്രൈവർമാരുടെ അടുത്തൊക്കെ ചോദിച്ചിട്ടാണ് വന്നിട്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ നമ്മളിവിടെ എത്തി. അപ്പോൾ ഇനി ഇവിടെ നിന്ന് എങ്ങനെ ചെന്നൈക്ക് പോകുന്നതെന്ന് അറിയത്തില്ല. അതൊക്കെ നമുക്ക് ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചിട്ടൊക്കെ പോകണം. അപ്പോൾ എന്തായാലും നമ്മൾ ലോഡ് കയറ്റ ടൈം എടുക്കും. അതെ, തൊട്ടപ്പുറം തന്നെ ഗേറ്റ് അടുത്ത് തന്നെയാണ്. അതിരെ കണ്ടില്ല, അതിന് ചിലപ്പോൾ ചിലടത്ത് കണ്ടില്ല, എനിക്ക് അറിയത്തില്ല. എന്നാലും ഞാൻ ഫ്രണ്ടിൽ തന്നെ ഇരുന്നു. അഥവാ എന്തെങ്കിലും പറയുവാണെങ്കിൽ ഇറങ്ങി വെളിയിൽ നിൽക്കാന്നായിരുന്നു. ഒന്നും പറഞ്ഞില്ല, കണ്ടില്ല എന്ന് അറിയത്തില്ല. അതെ, ചില സ്ഥലത്ത് കമ്പനികളിൽ പെണ്ണുങ്ങളെ കയറ്റത്തില്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ ഭയങ്കര സ്ത്രീ സമത്വം എന്നൊക്കെ പറഞ്ഞാലും കമ്പനികളിൽ പെണ്ണുങ്ങളെ ലോറിക്കകത്ത് വെച്ചാൽ കയറ്റത്തില്ല. ചിലടത്ത് പറയത്തില്ല. ഇത് ഇവിടെ ഇവർ കണ്ടോന്ന് അറിയത്തില്ല. നമ്മൾ ഇറങ്ങിയില്ല, പുറത്തോട്ട് ഇറങ്ങിയില്ല. വണ്ടിക്കകത്ത് തന്നെ ഇരിക്കാൻ പറയും. അവരുടെ കമ്പനിയുടെ നിയമങ്ങളായിരിക്കുമല്ലോ അത് കമ്പനി ലോ ആണ്, അത് പ്രൈവറ്റ് ലോ ആണ്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ലോഡായിട്ട് നമുക്ക് ഇന്ന് ചെന്നൈയിലോട്ട് പോകുന്ന കാഴ്ചകളൊക്കെ കാണാം. നമ്മൾ ആദ്യം വന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവിടുന്ന് ഒരു 50 മീറ്റർ അപ്പുറത്തെ കമ്പനിയായിരുന്നു കേട്ടോ. ലൊക്കേഷൻ മാറി അയച്ചാണ്. ലൊക്കേഷൻ അവിടെയാണ് കാണിച്ചേട്ടോ. പിന്നെ ഞങ്ങളത് വീണ്ടും തിരിച്ചു വന്ന് ഇപ്പുറത്തോട്ട് എടുത്തേട്ടോ. ഇവിടെ ഒരു കമ്പനിയിലോട്ട് കിട്ടി. അത് റൂട്ട്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. അതേപോലെ ഇത് കണ്ടോ, അർജൻറ്റ് മെഡ്രാസ് ഹൈക്കോർട്ട് ചെന്നൈക്ക് പോകേണ്ട ലോഡാണ് കേട്ടോ. ഗവൺമെൻറ്റിൻ്റെ ലോഡായതുകൊണ്ട് നമ്മളിത് ഒട്ടിച്ച് കഴിഞ്ഞാലേ നമുക്ക് പെട്ടെന്ന് പോകാം. അപ്പോൾ അർജൻറ്റ് എമർജൻസി ലോഡാണ് കേട്ടോ. അപ്പോൾ നാളെ തന്നെ എത്തിക്കണം.
ഇതാണ് നമ്മുടെ ലോഡ് കേട്ടോ. നമ്മളെ ലോഡ് വെറൈറ്റി ലോഡാണല്ലോ. ഇതിനെന്ത് വെയിറ്റ് ഉണ്ടാവാനാ? ഒരു വെയിറ്റും ഇല്ലാത്ത ലോഡാണ് നമുക്ക് ഇട്ടിരിക്കുന്നത് കേട്ടോ. എന്തായാലും കൊള്ളാം. അപ്പോൾ എന്തുകൊണ്ട് ഇതാണ് നമ്മുടെ ലോഡ് കയറ്റി 2 വണ്ടി 5 മിനിറ്റ് കാര്യമുള്ളായിരുന്നു കേട്ടോ. സംഭവം ഇത്രേ ഉള്ളൂ. ഞാനിവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇതാണ് ലോഡെന്ന്. എനിക്കറിയത്തില്ലായിരുന്നു. ഇത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലും ടൂർ സ്പേസിലൊക്കെ കണ്ടിട്ടില്ലേ, ആ സാധനമാണ് കേട്ടോ. ഇതിനകത്ത് കുറേ പേർ ഇരുന്ന് പോവാം. ആ വണ്ടി ഇത് 2 എണ്ണം നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണം. ഇവിടെ നിന്നാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് കേട്ടോ. അതായത് റൂട്ട്സിൻ്റെ വണ്ടിയാണിത്. അപ്പോൾ നമ്മൾ ലോഡൊക്കെ കയറ്റിയിട്ട് നേരെ ചെന്നൈക്ക് പോവാണ് കേട്ടോ. എല്ലാം റെഡിയല്ലേ? ചെന്നൈക്ക് പോകാനൊക്കെ റെഡിയായിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ ഇന്ന് രാത്രിത്തെ യാത്രയാണ്. ഇന്ന് ഉറക്കമില്ലാത്ത യാത്രയാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടല്ലോ, ലോഡ് കയറ്റിയുണ്ടല്ലോ മറ്റേ വണ്ടി. അതായത് ചെന്നൈ ഇതാവട്ടെ നമ്മളിവിടെ ഒട്ടിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് കാണാൻ പറ്റത്തില്ല, ഓപ്പോസിറ്റാണ്. അതായത് ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ഹൈക്കോടതിയിലോട്ടാണ് കൊണ്ടുപോകേണ്ടത് കേട്ടോ. നാളെ 8 മണി കഴിഞ്ഞാൽ പിന്നെ ചെന്നൈയുടെ ടൗണിനകത്തോട്ട് കയറ്റത്തില്ല. മാക്സിമം ഓടി വരാൻ പറഞ്ഞു. പക്ഷേ അവർ ലോഡ് കയറ്റാൻ താമസിച്ചാണ്. നമ്മൾ വൈകിട്ട് ചെന്നു, പക്ഷേ ലോഡ് കയറ്റി വന്നപ്പോഴത്തേക്ക് രാത്രി 9:30 അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ദൂരം വെച്ച് നല്ല ബുദ്ധിമുട്ടി. നമ്മൾ ടൗണിലൊക്കെ കിടന്ന് കുറേ കറങ്ങി കേട്ടോ. മാപ്പൊക്കെ ഇട്ട് പോയിട്ട് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടൊക്കെ അങ്ങനെയൊക്കെ ഹൈവേയിലെത്തി. ഇനി നമ്മൾ ഇന്ന് രാത്രി ഫുള്ള് ഞങ്ങൾ 2 പേരും കൂടെ ഓടിച്ച് പോകാണ്ടോ. നമ്മളധികം നിർത്തുന്നൊന്നുമില്ല. മാക്സിമം ഇനി ഇൻകേസ് ഒരു ഉറക്കം വന്നാലും ഒരു അരമണിക്കൂർ ഉറങ്ങാനേ സമയം കിട്ടത്തുള്ളൂ. അതങ്ങനെയാണ്. വണ്ടി ഫീൽഡിലെ ഓരോരോ ബുദ്ധിമുട്ടുകളാണ്. കാരണം ഇത് പല ആൾക്കാരുടെ ഡീലിങ്ങിലല്ലേ നമ്മൾ ചെയ്യുന്നത്. നമ്മളെ തീരുമാനം മാത്രം മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ ചെന്നൈയിലേക്കുള്ള യാത്ര തുടങ്ങാം കേട്ടോ. ഈ സേലം ചെന്നൈ ആണ് നമ്മുടെ റൂട്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഐശ്വര്യമായിട്ട് പോവാം അല്ലേ. വീണ്ടും രാത്രി വീഡിയോ തന്നെയാണ് കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസവും നമ്മൾ രാത്രി വീഡിയോ ഒക്കെ തന്നെയാണ് കാണിച്ചത്. ഈ ദിവസവും രാത്രി വീഡിയോ തന്നെയാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മൾ ഇടയ്ക്കൊന്ന് വന്ന് ജസ്റ്റ് ഇവിടെ വന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. വേറെ ഒന്നുമില്ല, അവിടെ നിന്ന് നമ്മൾ പോയ സ്ഥലത്ത് നിന്ന് നമുക്ക് ഹൈവേയിലോട്ട് എത്താൻ വേണ്ടി കുറച്ച് അധികം പാട് പെട്ടും. ഉള്ള ഏരിയയിൽ നമുക്ക് ഒന്നാമത് വഴിയൊന്നും അറിയത്തില്ലല്ലോ. ഈ കണ്ടെയ്നർ ഓടിക്കുമ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരം ചിലപ്പോൾ ഒരു റൂട്ടിൽ തന്നെ ആയിരിക്കും ഓടുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് പല സ്ഥലത്ത് പോയി നമ്മൾ എടുക്കണം. അപ്പം നമുക്ക് വഴിയൊന്നും പഠിച്ചു വയ്ക്കാൻ പറ്റത്തില്ല. എല്ലാം പല പുതിയ സ്ഥലങ്ങളായിരിക്കും. കമ്പനികളിലായിരിക്കും. ഇന്ന് പോയ കമ്പനിയിലും ഇച്ചിരി ഉള്ളോട്ടുള്ളൊരു കമ്പനി ആയിരുന്നല്ലോ. മേട്ടുപ്പാളയ റൂട്ടിലാണ്. അപ്പൊ നമ്മൾ രാത്രി യാത്ര. പിന്നെ ഈ റൂട്ടിൽ KL വണ്ടികൾ വളരെ കുറവല്ലേ. അത് നമ്മുടെ ബോംബെ റൂട്ടിലാണ് കൂടുതലും മലയാളികൾ കൂടുതൽ. തമിഴ്നാട്ടുകാര് ഫുള്ള്. മാത്രമല്ല ഇവിടെ കൂടുതൽ കണ്ടെയ്നർ വണ്ടിയാണ് കാണുന്നത് അല്ലേ. ഓപ്പൺ വണ്ടിയല്ല നമ്മളെ റൂട്ടിലാണ് ഓടുന്നത്. മലയാളികളാണ് ഓപ്പൺ വണ്ടി എടുക്കുന്നത്. തമിഴ്നാട്ടുകാർ ഫുള്ള് ഈ പരിപാടിയുള്ളൂ, കണ്ടെയ്നർ. ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഒറ്റ ഡ്രൈവറിൽ പോവാം, കുറച്ച് സ്പീഡിലെത്താം. അത് 4 ലോഡ് എടുക്കുന്ന സമയത്ത് ഇത് നമുക്ക് 6 ലോഡ് എടുക്കാം, അല്ലെങ്കിൽ 7 ലോഡ് എടുക്കാം. അങ്ങനെ ഒരു ഗുണമുണ്ട്. പക്ഷേ ഇതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട്. ഈ വണ്ടി ഫീൽഡിൽ പറഞ്ഞാലേ നല്ല ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ് കേട്ടോ. അത് ഇച്ചിരി പാടുള്ള പണി തന്നെയാണ്. നമ്മൾ പറയേണ്ട ആവശ്യമില്ല, ഇതൊക്കെ അറിയാമല്ലോ. എന്തായാലും നമ്മളെ ഇന്നത്തെ ആദ്യത്തെ ലോഡ് ഓക്കെ ആയി. ഇനിയിപ്പോൾ നമുക്ക് നേരെ പോയത് ഇത് സത്യം പറഞ്ഞിട്ടല്ലോ, ഇതിലേക്ക് നമ്മൾ അങ്ങോട്ട് പോയില്ലേ ലോഡ് എടുക്കാൻ, അതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. കാരണം ഇതിൽ ലോഡൊന്നുമില്ല. ആ 2 വണ്ടി എന്ത് വെയിറ്റ് ആവാനാ. ചുമ്മാ കാലിക്ക് പോകുന്നവരാ കേട്ടോ. അതുകൊണ്ട് നല്ല മൈലേജ് കിട്ടും. ഈ വണ്ടിക്ക് അത്യാവശ്യം മൈലേജ് ഉണ്ട് കേട്ടോ. ഇത് 6.5 ഒക്കെ മൈലേജ് കിട്ടും ഈ വണ്ടിക്ക്. അങ്ങനെ ഒരു ഗുണമുണ്ട്. കാലിക്ക് പോകുന്നവരെയാ കൂടിപ്പോയ 2 ടണ്ണൊന്നും കാണത്തില്ലല്ലോ. ആ ഒരു വണ്ടി എത്ര വെയിറ്റ് കാണാൻ എനിക്ക് കറക്റ്റ് അറിയത്തില്ല. എൻ്റെ ഒരു ഊഹം വെച്ചൊരു 1 ടണ്ണിനും 1.5 ടണ്ണിനകത്താണ് കാണും, രണ്ടും കൂടെ ചേർത്ത്. അത്രയൊക്കെ കാണത്തുള്ളായിരിക്കും. കൂടിപ്പോയ 2 ടണ്ണ്, അതിൽ കൂടുതലൊന്നും വെയിറ്റ് വരത്തില്ല. അങ്ങനെ നമ്മൾ കുറേ നാളിന് ശേഷം നമ്മൾ 2 പേരുമായിട്ട് യാത്ര. മറ്റേ നമ്മൾ ജോൺസൺ മാഷൊക്കെ കാണുമായിരുന്നു. റോഡൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടല്ലേ. പക്ഷേ വെളിയിൽ നിന്ന് വെട്ടം ഇങ്ങോട്ട് അടിക്കുമ്പോഴേ ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോ അല്ലേ ഗ്ലാസ്സിൽ ആ ഒരു മങ്ങല് വരുന്നു. നമ്മൾ അവിടെ നിന്ന് ഇച്ചിരി വന്നതുകൊണ്ട് 96 കിലോമീറ്റർ ആണ് കേട്ടോ ഇനി സേലം എന്ന് പറയുന്നത്. 96 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ സേലത്തോട്ട്. സേലത്തിനാണ് പിന്നെ തിരിയേണ്ടത്. പിന്നെന്താ പറയാ, ചെന്നൈക്കായിരുന്നു. നമ്മൾ ടയറും കൊണ്ടുപോയി. ആദ്യത്തെ ലോറി ലൈഫ് അതായിരുന്നു.
രാത്രി ബസ്സുകൾ ഭയങ്കര പോക്കാട്ടോ. ഇതുണ്ടോ ഇന്റർസിറ്റി എന്നൊക്കെ പറഞ്ഞ ബസ്സുകൾ ഇവരെന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് വന്ന് ഓവർടേക്ക് ചെയ്തു. അവർ പറന്നാ പോകുന്നത്. അവർക്ക് നൈറ്റ് സർവീസ് അല്ലേ, അവർക്ക് ടൈമിങ്ങിന് എത്തണം. നമുക്കിപ്പോൾ നൈറ്റ് സർവീസ് പോലെ ഇപ്പം നമ്മൾ ഓടുന്നത് കേട്ടോ. കാരണം നമുക്ക് നാളെ എത്തിക്കണം. നാളെ എന്താ ലേറ്റ് ആവും. കാരണം അല്ലെങ്കിൽ നമ്മളൊരു വൈകിട്ട് ഇറങ്ങിയാലേ നമുക്ക് രാവിലെയൊക്കെ ചെന്നൈ എത്താൻ പറ്റും. ഞങ്ങൾ അവിടെ നിന്ന് 530 കിലോമീറ്റർ ഉണ്ടായിരുന്നു നമ്മളെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അത്രയും ദൂരം ഓടണമെങ്കിൽ ഒരു രാത്രിയിൽ കൂടുതൽ വേണം, കാറല്ലല്ലോ. ഞാൻ ഈ വണ്ടിയിൽ നമ്മൾ ലോഡൊക്കെ കയറ്റിയിട്ടുണ്ട്, എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. നീളമുള്ള വണ്ടിയാണ്ട്. പക്ഷേ ആദ്യത്തെ ലോഡ് ഇതിപ്പോൾ ലോഡ് കയറ്റാത്ത പോലെ ആയിപ്പോയി. ഇപ്പോൾ അടുത്ത ലോഡിൽ നോക്കാം. ഇനിയിപ്പോൾ ചെന്നൈയിൽ നിന്ന് മിക്കവാറും ഒന്നെങ്കിൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ ഹൈദരാബാദ് അങ്ങോട്ട് എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ, അല്ലെങ്കിൽ കൊച്ചി. ഇത് ഇറക്കാം. ഇതവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ 5 മിനിറ്റ് കാര്യമല്ലേ ഉള്ളൂ. വണ്ടി കെട്ടിയിട്ടുണ്ട്, കയറ് വെച്ച് കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് റിവേഴ്സ് എടുക്കുക, അത്രേ ഉള്ളൂ. സമയം ഇപ്പം 12 മണിയായിട്ടോ. ഇനി 6 മണിക്കൂർ കൊണ്ട് ചെന്നൈ എത്തും. എവിടെ എത്താൻ? 6 മണിക്ക് എത്തണം എന്ന് പറഞ്ഞാൽ അവരങ്ങനെ പറയും. നമ്മളെ സേഫ്റ്റിയൊക്കെ നോക്കിയിട്ടേ ഓടിക്കത്തുള്ളൂ. അവർ ലേറ്റാക്കിയതാണ്. അതുകൊണ്ട് നമ്മൾ സ്ലോ ഒന്നും ചെയ്തില്ല, വണ്ടി നിർത്തുന്നുമില്ല, കിടക്കുന്നുമില്ല. നമ്മൾ കണ്ടിന്യൂട്ട് ആയിട്ട് അങ്ങ് ഓടുവാണ്. നമ്മൾ ഉറക്കമൊക്കെ ഒഴിച്ച് വന്ന് ഇതാ സമയം എന്ന് പറയുന്നത് 3:51 ആയിട്ടോ. 3:51 ആയപ്പം കുറച്ച് ഇവിടെ എത്താറായപ്പോഴത്തേക്ക് കുറച്ച് ദൂരം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു ലൈറ്റ് എത്തി. ഇതിനകത്ത് വണ്ടി ചെറിയ പ്രശ്നം, ചെറിയ വലുതൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് കേട്ടോ. നമ്മളിതും വെച്ച് ഓടിക്കുന്ന പ്രശ്നം. ഇപ്പം എന്തൊരു മേജറായിട്ടുള്ള സംഭവം കാണിക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് വെച്ച് ഓടാൻ പാടില്ല, ബാക്കിയെല്ലാം ആണെങ്കിൽ ഓടാം. ഇതിപ്പം ഞാൻ ഈ സമയത്ത് സമയം ഇപ്പം എത്രയായിരുന്നു? 3:51 ആയപ്പോൾ കാണിക്കുന്നതാണ് കേട്ടോ. ചെക്ക് എഞ്ചിനാണ് കാണിക്കുന്നത്. ഞാൻ അതുകൊണ്ട് വണ്ടി ഓഫ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇത് വെച്ചിട്ട് ഞാൻ ആദ്യം കുറച്ച് നോക്കി, ഒരു 1-2 കിലോമീറ്റർ ഓടിയപ്പം ഇത് കെട്ടുമോ നോക്കി. പിന്നെ ഓഫ് ചെയ്ത് ഓണാക്കിയപ്പോൾ കെട്ടുപോയി. പിന്നെ കുറച്ച് ദൂരം മുമ്പ് വീണ്ടും വന്ന്, പിന്നെ ഇത് നിൽക്കാതായപ്പോഴാണ് ഞാൻ പിന്നെ അതുകൊണ്ട് ഇവിടെ ടോളിൻ്റെ ഇപ്പുറത്ത് ഒതുക്കിയിട്ടാണ് പോകുന്ന വഴിക്ക്. എങ്ങനെ ഉണ്ടായിരുന്നു? എന്തോ പറയാൻ. ഇപ്പം നാളെ അവർക്ക് എത്തിക്കുകയും വേണം. ഞാൻ എന്ത് ചെയ്യാനാണ്? ഓരോ വണ്ടി ഓരോരോ രീതികളാണ്. നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന വണ്ടിയൊന്നും അല്ലല്ലോ. ഓയിൽ ലെവലൊക്കെ ഓക്കെയാണ്. ഓയിലൊക്കെ ഞാൻ ഞങ്ങൾ അന്ന് നോക്കി, പിന്നെ വണ്ടി ഓടിയിട്ടില്ലല്ലോ. പിന്നെ ഇന്ന് ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ നിർത്തിയിട്ടായിരുന്നു കേട്ടോ. 2:45 സമയത്ത് കണ്ടായിരുന്നു ഇതായത്. 2:45-3 മണി സമയത്ത്. പിന്നെ ഞാൻ കുറച്ച് നേരം നിർത്തിയിട്ടിട്ട് ഓയിൽ ലെവലൊക്കെ നോക്കി. ഒരു അരമണിക്കൂർ അങ്ങോട്ട് നിർത്തിയിട്ട് ഓയിൽ ലെവലൊക്കെ നോക്കി. ഓയിൽ ലെവൽ നോക്കിയിട്ടും ഓയിൽ ലെവലൊന്നും പ്രശ്നമൊന്നും കാണിക്കുന്നില്ല. ഓയിലൊക്കെ കറക്റ്റ് തന്നെ കാണിക്കുന്നുണ്ട്. വണ്ടി ഓഫ് ചെയ്യാം. ഈ സമയത്ത് ഞാൻ ആരെയും വിളിക്കാനും പറ്റത്തില്ലല്ലോ. സർവീസ് സെൻറ്ററിലെ നമ്പർ ഇതിനകത്ത് ഉണ്ടെന്ന് തോന്നല്ലേ, അതിലങ്ങാനും വിളിച്ചങ്ങനെ നോക്കാം. ഇതിപ്പോൾ ഇത് വെച്ചിട്ട് ഓടാൻ പറ്റത്തില്ല കേട്ടോ. ഇത് വെച്ച് ഓടിയാൽ എന്തെങ്കിലും പറ്റിയാൽ നമ്മളേ പറയത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം വിശ്രമിക്കാം. അതേ നടക്കും. 4 മണിയായി. എന്നാലും അല്ലെങ്കിൽ ഞാൻ ഈ ടോൾ ഫ്രീ നമ്പറിലൊന്ന് വിളിച്ചു നോക്കട്ടെ. നമ്മളിതിനകത്ത് കയറി വന്നോട്ട് ഓരോരോ പ്രശ്നങ്ങളല്ലേ. ഇതാരോ മൊത്തത്തിൽ കംപ്ലൈന്റ് ആയ വണ്ടിയാ തോന്നുന്നല്ലോ ഇത്. അതിൻ്റെ ആണോ എന്താണോ എന്തോ. നമുക്ക് കിട്ടിയത് ഇങ്ങനത്തെ ഒരു വണ്ടി നമ്മൾ സ്ഥിരം ഓടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇതിപ്പോൾ ഓടി വരുമ്പോഴാണല്ലോ ഓരോ കാര്യങ്ങൾ അറിയുന്നത്. ഇപ്പോൾ ഇത് വെച്ചുകൊണ്ട് എനിക്ക് ഓടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒതുക്കുവാണ് കേട്ടോ. അപ്പം ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് രാവിലെ, ഇന്നലെ ഉറങ്ങാതെ ഓടിക്കണമെന്ന് വിചാരിച്ച ഞങ്ങൾ ഇന്ന് രാവിലെ ഇച്ചിരി ഉറങ്ങാൻ പറ്റി അല്ലേ. നമ്മൾ ഏകദേശം ഒരു 3:30 കിടന്നിട്ട് 3:30-4 മണി സമയം 4 മണിക്ക് കിടന്നു. 4 മണിക്ക് കിടന്നിട്ട് 7 മണിയാകുമ്പോൾ എഴുന്നേറ്റിട്ട് കേട്ടോ. 6:30 എഴുന്നേറ്റ് പിന്നെ ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എന്താ നടന്നതെന്ന് പറയാം. ഇന്നലെ കംപ്ലൈൻറ്റ് കാണിച്ചിട്ട് രാത്രിയല്ലേ, രാത്രി ആരെങ്കിലും വിളിക്കാൻ പറ്റുമോ ആ സമയത്ത്? പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റു, നേരെ സർവീസ് സെൻറ്ററിൽ വിളിച്ചു. സർവീസ് സെൻറ്ററിൽ നമ്മൾ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചു. ടോൾ ഫ്രീ നമ്പറിൽ നിന്ന് അവർ 1-2 നമ്പറുകളൊക്കെ തന്നു. ആ നമ്പറിലൊന്നും വിളിച്ചിട്ട് അവരൊക്കെ 9 മണിയാകുമ്പോഴേ മെക്കാനിക്ക് വരത്തുള്ളൂ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെയാണ് ഒരു ഐഡിയ, നമ്മളെ
ആരാ ഞാൻ പറയാറില്ല, നമ്മളെ കണ്ണൂരിലെ ഷാജാനൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ ആ കാര്യം ഓർത്തത്. നമ്മൾ കഴിഞ്ഞ ദിവസം പണിഞ്ഞായിരുന്നല്ലോ, ക്ലച്ച് പണിഞ്ഞ മേശ്ശേരി, പുള്ളിയെ വിളിക്കുന്ന കാര്യം. അങ്ങനെ ഞാൻ പിന്നെ പുള്ളിയെ വിളിച്ച് കാര്യം ചോദിച്ച്. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മെയിൻ്റെനൻസ് റിക്വേർഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഇത് സർവീസിൻ്റെ പീരീഡ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഒരു റീസൺ ആവാം. പിന്നെ ആഡ് ബ്ലൂ ലെവൽ കുറവാണ്, അതും ഒരു റീസൺ ആവാം. അപ്പം ഇതൊക്കെ കൊണ്ടാണ് അത് കാണിക്കുന്നതെന്നാണ് പറയുന്നത്. എറർ കോഡ് നോക്കിയപ്പം അത് പ്രശ്നമില്ലാത്ത എറർ കോഡാണ് കാണിക്കുന്നത്. അതുകൊണ്ട് വണ്ടി ഓടുന്ന കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് എന്തായാലും ആഡ് ബ്ലൂ അടിക്കണം കേട്ടോ. ആഡ് ബ്ലൂ കുറവുണ്ട്. എവിടെയെങ്കിലും ഒരു പമ്പ് ഉണ്ടെങ്കിൽ അടിക്കാൻ പറ്റും. മറ്റേത് നമുക്ക് പൈപ്പൊക്കെ വേണ്ടേ ബക്കറ്റിൽ വാങ്ങിച്ചിട്ടാണെങ്കിൽ. അപ്പം അതൊക്കെയായിരുന്നു, അത് കാരണം ലേറ്റായി. അതിനേക്കാളും വലിയ കോവിഡ് വെച്ചാൽ ചെന്നൈയിൽ നിന്ന് വിളിയല്ലേ, രാവിലെ തൊട്ട് തുരുതുരാ കോളാണ്. കാരണം അവർ ഭയങ്കര എമർജൻസി പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത്. അവസാനം അത് ലേറ്റായി. ഇനി ഇവിടുന്ന് 275-80 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ചെന്നൈക്ക്. സമയം 8:30 തിരക്കായി അല്ലേ. അതാണ് സ്കൂൾ ബസ്സും എല്ലാം വന്നു തുടങ്ങി. രാത്രിയും പക്ഷെ തിരക്കുണ്ട് അല്ലേ. വലിയ ബസ്സുകള് രാത്രി വലിയ ബസ്സിന്റെ തിരക്കാ, പകല് സ്കൂൾ ബസ്സിന്റെ തിരക്ക്. അപ്പൊ നമ്മുടെ ഫ്രണ്ടിൽ ഇതാ ഈ തമിഴ്നാട് അരസെന്നൊക്കെ എഴുതി ഒട്ടിച്ചിട്ടുള്ളതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് സിറ്റിക്കകത്തൊക്കെ പോകാൻ പറ്റുമെന്നാണ് പറയുന്നത് കേട്ടോ. മദ്രാസ് ഹൈക്കോടതി. അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് സിറ്റിക്കകത്തൊക്കെ പോകാൻ പറ്റും ഇത് കാണിച്ചിട്ട്. എന്തായാലും നോക്കാം. അപ്പം ചെന്നൈയിലേക്കുള്ള യാത്ര ഓക്കെ ആയെന്ന് പറയാം. ഒരുവിധം കുഴപ്പമില്ല. നമ്മൾ വീണ്ടും തുടങ്ങി. വണ്ടി കയറി അന്നോട്ട് ഇതിനകത്ത് ഓരോരോ മിസ്റ്റേക്ക് മീൻസ് ഓരോരോ വാണിങ്ങുകളാണ് വണ്ടിക്കകത്ത്. അത് ഈ ഏഷ്യറിന് പൊതുവേ ഉള്ളതാണ് കേട്ടോ. ഏഷ്യർ വണ്ടി ഓടിക്കുന്നവർക്കറിയാം. ഏഷ്യർ BS6 വണ്ടിയിൽ മിക്കപ്പോഴും ഇതുപോലത്തെ ഓരോരോ വാണിങ്ങുകളാണ്. MIL എന്ന് പറഞ്ഞിട്ടുണ്ട്, മാൽ ഫങ്ഷൻ അങ്ങനത്തെ അതിൻ്റെ പേരെന്ന് പറയുന്നത് MIL വാണിങ് ഇടയ്ക്കിടയ്ക്ക് എത്തും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിനകത്ത് പാസ്വേഡൊക്കെ കൊടുത്ത് എറർ കോഡ് ക്ലിയർ ചെയ്തൊക്കെ വിടും. എല്ലാം സെൻസർ ആയതുകൊണ്ടേ പഴയ വണ്ടികൾക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ ലൈലാൻഡിലും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ലൈലാൻഡിലൊന്നും അങ്ങനെ ഈ എറർ കോഡൊന്നും വലുതായിട്ടൊന്നും കാണിക്കാറൊന്നുമില്ല. മിക്കപ്പോഴും നമുക്കിങ്ങനെ എറർ കോഡുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും കേട്ടോ. അത് ക്ലിയർ ചെയ്യുന്ന തന്നെ ഒരു പണിയാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി സ്ട്രെയിറ്റ് പോവാം. നല്ല സൂപ്പർ റോഡാണെങ്കിൽ അത്യാവശ്യം തിരക്കുണ്ട് അല്ലേ. എന്തായാലും ഇന്നലെ ഇച്ചിരി ഉറങ്ങാൻ പറ്റി, അത് കാര്യമായി. ഉറങ്ങാതെ ഓടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ക്ഷീണം പിറ്റേ ദിവസം മൊത്തം കാണും. ഇതിപ്പോൾ നമ്മൾ അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ പണി തീരുന്നില്ല. ഉടനെ തീരുമ്പോൾ തന്നെ അടുത്ത നമ്മൾ ലോഡ് കിട്ടും. അതുമായിട്ട് പോകാനുള്ളതാണ്. നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞാൽ 24 hours വർക്കാണ്, അല്ലാതെ അല്ല. നമ്മൾ ഇവിടെ നിന്ന് പോകുന്നു, വണ്ടിയിൽ എന്ന് കയറുന്നു എന്ന് ഇറങ്ങുന്നു, അതുവരെ വർക്ക് തന്നെയാണ്. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഭാഗ്യത്തിന് ലോഡൊന്നും ഇല്ലാതാവുന്ന സമയത്ത് മാത്രം നമുക്ക് ഇച്ചിരി വണ്ടിക്കകത്ത് കിടന്നുറങ്ങാവുന്നേ ഉള്ളൂ, അല്ലാതെ നമുക്ക് വേറെ റെസ്റ്റ് ഒന്നുമില്ല. ഒന്നും പറയണ്ട, നമ്മൾ ഓടിയതുകൊണ്ട് ഇവിടെ നമ്മൾ ആഡ് ബ്ലൂ അടിക്കുകയാണ് കേട്ടോ. ഫുൾ ടാങ്ക് അടിക്കുകയാണ് കേട്ടോ. മീറ്റർ റീഡ് ആവുന്നില്ല. ഭയങ്കര പ്രഷർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ പ്രഷർ കേട്ടോ. ഒരു രക്ഷയില്ലാതെ ഞാൻ ഈ ഏകദേശം 200 കിലോമീറ്റർ നിർത്താതെ ഓടി കേട്ടോ. 200 അടുപ്പിച്ച് നിർത്താതെ ഓടി. ഇപ്പോൾ ഇത് ആഡ് ബ്ലൂ അടിച്ചേ പറ്റൂ. ആഡ് ബ്ലൂ തീർന്ന് കിടക്കുവാണ്. ഇന്ന് വീഡിയോ ഒന്നും എടുക്കാനൊന്നും ഒരു നിവർത്തിയില്ല. ആതിരെ അവിടെ ടോയ്ലറ്റിൽ പോയി നല്ലൊരു പമ്പ് കണ്ടു, അങ്ങനെ ഇവിടെ നിർത്തിയാണ് കേട്ടോ. ഈ ഗവൺമെൻറ് കാര്യം അവർ ലാസ്റ്റ് നിമിഷത്തിലാണ് ഈ കാര്യം പറയുന്നത്. ഇന്ന് അവിടെ എന്തുകൊണ്ട് പ്രോഗ്രാം ഉണ്ടെന്നോ, അവിടെ എത്രയും പെട്ടെന്ന് എത്തിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു 10-25 കോള് ഞാൻ ഭ്രാന്ത് പിടിച്ചിരിക്കുക കേട്ടോ. അതുകൊണ്ട് അർജൻറ്റ് മദ്രാസ് ഹൈക്കോർട്ട് ഒരു മെനക്കെട്ട ലോഡായിപ്പോയി. സംഭവം കാലിൽ ലോഡാണെങ്കിലും പ്രശ്നം ഇതാണ് കേട്ടോ. എന്തായാലും നല്ല സ്ഥലം. അപ്പോൾ നമുക്ക് എത്ര അടിച്ചെന്ന് നോക്കട്ടെ. നല്ല പാടങ്ങളൊക്കെ കാണാം കേട്ടോ ഇപ്പുറത്തൊക്കെ. അതിൽ വന്നു. ഇനി നമുക്ക് ഒന്നും കഴിക്കാനോ പിടിക്കാനോ ഒന്നിനും സമയം കിട്ടുന്നില്ല അല്ലേ. വെപ്രാളത്തോട് വെപ്രാളം എന്ന് പറഞ്ഞാൽ ഒന്നും പറയണ്ട. എന്തായാലും നോക്കട്ടെ ഇവിടെ അടുത്ത പടി ഏറുന്നില്ലേ. ഇല്ല അതിലെ അടി, അതിൽ വെച്ചടി, അതിലത് അപ്പഴത്തെ അടിക്കുമല്ലേ.
ചെന്നൈയിലെത്തിയപ്പോ കണ്ടോ ഭയങ്കര മഴ കേട്ടോ. ഇവിടെ പറഞ്ഞാല് ഭയങ്കരമായ മഴ പെയ്യുവാണ്. മഴയും ബ്ലോക്കും അല്ലേ പറയണ്ട. എങ്ങനെയെങ്കിലും നമ്മുടെ ലൊക്കേഷനിൽ ഒന്ന് എത്തിയാൽ മതി. 7 കിലോമീറ്ററോടെ ഉള്ളൂ. 7 കിലോമീറ്ററോടെ ഉള്ളൂ. ഇപ്പുറ സൈഡാണ് കേട്ടോ ഹൈക്കോടതി, ചെന്നൈ മദ്രാസ് ഹൈക്കോടതി. നമ്മളിതുകൊണ്ട് റോഡിന്റെ സൈഡിൽ തന്നെ ഹൈക്കോടതിയുടെ വെളിയിൽ പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണെന്നുണ്ട്. ആദ്യം ഇവിടെ ഉണ്ട്. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ വണ്ടി അകത്തോട്ട് കയറ്റാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇവിടെ പാർക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഈ ലോഡ് ഇറക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. എന്തായാലും ഇന്ന് ഞങ്ങൾ മഴയത്ത് ചെന്നൈയിൽ അടിപൊളിയായിട്ട് പെട്ട് കേട്ടോ. നല്ല ടയർഡായി എന്ന് പറഞ്ഞാൽ നല്ല ടയർഡായി. ഞങ്ങൾ രാവിലെ 9 മണി തൊട്ട് ഇതുവരെ ഇപ്പം സമയം എത്ര അറിയോ? 3:30 ഇവിടെ എത്തിയത്. 3:30 വരെ നിർത്താതെയുള്ള വണ്ടി ഓടിപ്പായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ വണ്ടി ഓടിപ്പ് മാത്രമല്ല, ഫോൺ വിളിയും അല്ലേ. ആകെ കുഴഞ്ഞിരിക്കുകയാണ്. ഇതൊന്ന് ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് സിറ്റിയിൽ നിന്ന് പുറത്തോട്ട് പോയി എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്ത് തിന്നത് റെസ്റ്റ് എടുക്കണം. ആദ്യത്തെ ട്രിപ്പ് നല്ല ക്ഷീണമുണ്ട്. നല്ല ക്ഷീണമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയ്ക്കും ബുദ്ധിമുട്ടുള്ളൊരു ഓട്ടോ ആയിപ്പോയി. ഒന്നാമത് സിറ്റിക്കകത്താണ്. സിറ്റിക്കകത്ത് ഇവിടെ നമ്മൾ ചെന്നൈ സിറ്റിയുടെ ഔട്ടറിൽ വന്നിട്ട് ഇവിടെ എത്താൻ വേണ്ടി ഏകദേശം 2.25 മണിക്കൂർ എടുത്തു. 25 കിലോമീറ്റർ ഫുള്ള് ബ്ലോക്കിൽ പെട്ട് വന്നാണ്. അപ്പം ഫുള്ള് ബ്ലോക്കായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് നമ്മളെ ചെന്നൈയുടെ സ്വന്തം സബർബൻ ട്രെയിൻ പോകുന്നതാണ് കേട്ടോ. അതിനകത്തൊക്കെ പോയി ഞങ്ങൾ പണ്ട് വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ. 5 രൂപയുടെ ഇവിടെ നിന്നുണ്ടോ ഈ കോർട്ടിൻ്റെ ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് മറീന ബീച്ചാണ് കേട്ടോ. ഒരു 4 കിലോമീറ്റർ കണ്ടേ ഉള്ളൂ ഇവിടുന്ന് മറീന ബീച്ച്. നമുക്കിപ്പോൾ ലോറിയിൽ വന്നാൽ പിന്നെ ഒരു സ്ഥലവും കാണാനോ ഒന്നും പറ്റത്തില്ല കേട്ടോ. ഇങ്ങനെ വിചാരിച്ചതേ ഇല്ല. നമ്മള് നേരത്തെ ആ റെയിൽവേ സ്റ്റേഷൻ അവിടെ ശരിയാ, ലോറിയുമായിട്ട് നമ്മള് ഹൈക്കോടതിക്ക് ലോഡുമായിട്ട് വരുമെന്ന് വിചാരിച്ചതേ ഇല്ലല്ലേ. എന്തായാലും കൊള്ളാം. അപ്പോഴേ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഈ ട്രെയിനൊക്കെ പോകുന്ന ആസ്വദിക്കാം. അത്രേ നടക്കത്തുള്ളൂ. അവർ വരും കേട്ടോ. നമ്മളെ ഭയങ്കരമായ വിളിച്ചോണ്ടിരുന്നത്. ഇപ്പൊ ഇവിടെ വന്ന പിന്നെ ലോഡ് ഇറക്കാൻ ആളെ കാണുന്നില്ല. ഇപ്പൊ വന്നിട്ട് 1 മണിക്കൂറായി. അപ്പൊ എന്തായാലും വണ്ടി ഇറക്കട്ടെ. ആകെ ലോഡ് എന്ന് പറഞ്ഞാൽ 2 വണ്ടി മാത്രമേ ഉള്ളൂ, അത് ഇറക്കണം. പിന്നെ നമ്മളെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട്. ഓടി വന്ന് പിന്നെ ഒരു എറർ കോഡ് ഉണ്ടായിരുന്നു. എറർ കോഡ് ഞാനത് ക്ലിയറൊക്കെ ചെയ്തു. 1-2 വട്ടം ക്ലിയർ ചെയ്തപ്പോഴത്തേക്ക് എറർ കോഡ് ക്ലിയർ ആയി. അങ്ങനെയൊക്കെ സംഭവം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാം അങ്ങ് റെഡിയാക്കി. എന്നാൽ ഈ MIയിലൊക്കെ കത്തി കിടക്കും, അത് തനിയെ കേട്ടും. വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് പാർക്ക് ബൈക്കാണ്, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഏഷ്യർ വണ്ടിക്ക് അങ്ങനെ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചെന്നൈയിൽ ലോഡ് ഇറക്കട്ടെ. പെരുമഴയത്ത് റോഡ് സൈഡ് ഇട്ടാണ് കേട്ടോ നമ്മളെ വണ്ടി ഇറക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു വണ്ടി ഇറക്കി, ഇനി അടുത്തൊരു വണ്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ പണി എന്തെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെയൊക്കെ കയറൊക്കെ കണ്ടോ ഇങ്ങനെ കെട്ടിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇങ്ങനെ അയച്ചു കൊടുക്കണം കേട്ടോ. അത് സിമ്പിൾ കാര്യമാണ്, വലിയ പണിയൊന്നുമില്ല. അയച്ചിട്ട് ഇതും കൂടെ ഇറക്കിയിട്ട് പുറത്തോട്ട് കഴിഞ്ഞാൽ നമ്മളെ പണി കഴിഞ്ഞു. സിമ്പിളായിട്ട് നമുക്ക് ലോഡാണ്. ഈ മഴ മാത്രമേ ഉള്ളൂ കേട്ടോ പ്രശ്നം. അപ്പോൾ ഈ വണ്ടി അറിയാമല്ലോ, നമ്മൾ റെയിൽവേ സ്റ്റേഷനിലും പഴനിയിലും തിരുപ്പതിയിലൊക്കെ കാണുന്ന വണ്ടിയില്ല, ആ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പരിപാടി കഴിഞ്ഞു കേട്ടോ. രണ്ടാമത്തെ വണ്ടി ഇതുകൊണ്ട് ഇതിനകത്തോട്ട് കയറ്റിയിട്ട് ഇപ്പുറത്താണ് കോടതി, അങ്ങോട്ട് കൊണ്ടുപോകണം കേട്ടോ. ഇറക്കി കഴിഞ്ഞു. ഇനി എനിക്കിത് അടച്ചിട്ട് എൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. ഇനി അതിനകത്ത് ഇഷ്ടംപോലെ കയറൊക്കെ ഉണ്ട്, ഇതെല്ലാം ഇനി മാറ്റണം. അത്രയൊക്കെ ഉള്ളൂ, നമ്മൾ പരിപാടി കഴിഞ്ഞു. പോട്ടെ.
50-60 കിലോമീറ്ററൊക്കെ ചാർജ് നിൽക്കുന്നതാണ് പറഞ്ഞു കേട്ടോ. ഇത് കൂടുതൽ അറിയത്തില്ല. ഇത് ബോഷ് എന്ന് പറഞ്ഞ കമ്പനിയുടെ വണ്ടിയാണ്. അത് കുറേ പേർക്ക് പോവാം. ഇത് ഇവിടെ എന്തിനാണ് പർപ്പസ് എന്ന് എനിക്കറിയത്തില്ല. അവിടെ ഇത് റോഡിലിറക്കുന്ന വണ്ടിയല്ല, ഇത് രജിസ്ട്രേഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ഞാൻ എന്നാൽ ഡോർ അടച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാം.